ഡാന്യൂബ് നദി റഷ്യയിലെ വോൾഗ നദി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. യൂറോപ്പിൽ നദികളുള്ള ഏതൊരു നഗരത്തിൽ പോയാലും ആ നദികളിലൂടെ നഗരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്രകൾ അഥവാ റിവർ ക്രൂയിസ് വളരെ പോപ്പുലറാണ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഡാന്യൂബ് നദിയിലൂടെ ഞങ്ങളും ഒരു ബോട്ട് യാത്ര നടത്തി. കിഴക്കിൻ്റെ പാരീസ് എന്നത്രേ ബുഡാപെസ്റ്റ് അറിയപ്പെടുന്നത്. 1 മണിക്കൂർ നേരം നഗരക്കാഴ്ചകളിലൊക്കെ നദിയിലിരുന്ന് കണ്ടുകൊണ്ട് ഒരു യാത്ര. 1 മണിക്കൂർ ബോട്ട് യാത്രയ്ക്ക് ഏകദേശം 50 മുതൽ 70 യൂറോ വരെയാണ് ഒരു ഫാമിലിക്ക് ടിക്കറ്റ്. ഇനി ഡാന്യൂബിനെ കുറിച്ച് ശരിക്കും വലിയൊരു നദി തന്നെയായിട്ടത് നമുക്ക് കാണുമ്പോൾ അറിയാം. നല്ല വലിപ്പമുള്ള ആഴവും പരപ്പുള്ളൊരു നദിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഡാന്യൂബ് നദിക്ക്. അവിടെ ചെന്ന് ഡാന്യൂബ് കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നദിയാണ് ഡാന്യൂബ് നദി. 10 രാജ്യങ്ങളിലൂടെ ഡാന്യൂബ് കടന്നു പോകുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ച് യുക്രൈൻ വഴി ബ്ലാക്ക് സീയിൽ അവസാനിക്കുന്നു. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ക്യാപിറ്റൽസിലൂടെ കടന്നു പോകുന്ന നദി കൂടിയാണ് ഡാന്യൂബ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന, സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവ, ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റ്, സെർബിയയുടെ ക്യാപിറ്റലായ ബെൽഗ്രേഡ്. ഇനി ബുഡാപെസ്റ്റിലോട്ട് വന്നാൽ ബുഡാപെസ്റ്റ് നഗരത്തെ 2ആയി വിഭജിക്കുന്നു ഡാന്യൂബ് നദി. നദിയുടെ ഒരു ഭാഗത്ത് കുന്നുകളൊക്കെയുള്ള ഉയർന്ന പ്രദേശത്തെ ബുഡ എന്നും മറ്റേ ഭാഗത്ത് പരന്ന പ്രദേശത്തെ പെസ്റ്റും എന്നാണ് അറിയപ്പെടുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ചെറുതായൊന്ന് റിസർച്ച് ചെയ്താൽ എത്ര പുതിയ കാര്യങ്ങളാണ് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.